ഈ അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് അതിലൊരു ചെറിയ വിള്ളൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ലാലേട്ടന്റെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരെയും ലാലേട്ടൻ വീണ്ടും ഒന്നിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലെടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അനീഷ് ഇപ്പോൾ ഒറ്റപ്പെടുന്ന തരത്തിലോട്ട് അവിടെ ഈ ഫാമിലി വന്നതിന് ശേഷം കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് അനീഷിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അത് അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ ഷാനവാസും അനീഷും തമ്മിലുണ്ടായ ഇഷ്യൂസ്, അതിലൊക്കെ തന്നെ ചില കൺഫ്യൂഷൻസ് അനീഷിനുള്ളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇന്ന് ലാലേട്ടന്റെ വക ഒരു തെറ്റിദ്ധാരണ തിരുത്തൽ ഉണ്ടാകും. അനീഷ് അത് ഏത് തരത്തിൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്, അതോടൊപ്പം തന്നെ പണ്ടത്തെ പോലുള്ള ഒരു ബോണ്ടിങ് അനീഷും ഷാനവാസും തമ്മിൽ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഒറ്റയാൻ തന്നെയാണ്. കാരണം പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഗെയിമുണ്ട്. ആ ഗെയിമിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ. അനീഷിന് ശരിക്കും ഷാനവാസിനോട് തോന്നിയത് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ തിരിച്ച് ഷാനവാസിന് അനീഷിനോടുള്ളത് റിയൽ ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അനീഷിനുള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഷാനവാസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.